എല്ലാവർക്കും മോംസ് കിച്ചൺ ഡിന്നിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പട്ടാണിക്കടല വെച്ചിട്ട് ഒരു മുട്ടത്തോരൻ. പട്ടാണിക്കടല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസ്. ഇത് വെച്ചിട്ട് നമുക്കൊരു മുട്ടത്തോരൻ ഉണ്ടാക്കാം. ഇത് നമ്മുടെ മിക്കവാറും തട്ടുകടയിലൊക്കെ കിട്ടും. അതേപോലെ തന്നെ മെയിനായിട്ട് കിട്ടുന്ന ബാറുകളിലൊക്കെ ഇത് കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അതിനായിട്ട് നമ്മൾ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ട് വേവിച്ച് വെക്കണം. അതിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, അതുപോലെ ചപ്പാത്തി, പൊറോട്ട, ബ്രെഡ് ഇതിനൊക്കെ കൂടെ കഴിക്കാം, ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണിത്. നമുക്കതിന് ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ വേവിച്ച ഗ്രീൻ പീസ്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പെപ്പർ, കുറച്ച് ജീരകം, മഞ്ഞപ്പൊടി, മുളക് പൊടി, പച്ചമുളക് അരിഞ്ഞത്, എണ്ണ, മല്ലിപ്പൊടി, കറിവേപ്പില കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം നല്ല ജീരകമല്ല കേട്ടോ, പെരുംജീരകമാണേ. പെരുംജീരകം തന്നെ ഉപയോഗിക്കണം, അതിനാ ടേസ്റ്റ്. അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റാം. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമുളകൊക്കെ മാറുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ചേർക്കാം. അതൊന്ന് വഴറ്റിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. കുറേ നേരം ഒന്നും അടച്ചു വെക്കണ്ട കേട്ടോ, കുറച്ച് നേരം അടച്ചു വെച്ചാൽ മതി. പിന്നെ തക്കാളി നമുക്ക് ചെറിയതായിട്ട് അരിയാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മീഡിയം സൈസിലും അരിഞ്ഞെടുക്കാം. അത് ഒരാളെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് മുട്ട നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. മുട്ടയിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക, കുറച്ച് പെപ്പർ ഇടുക, എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല മണം കേട്ടോ, ഈ ഗ്രീൻ പീസും തക്കാളിയും ഉള്ളിയും ആവുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് മുട്ട നടുവിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് എണ്ണ അതിൻ്റെ നടുവിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ഒന്ന് ഹാർഡാവുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ ഈ ഗ്രീൻ പീസ് ആ പീസും തക്കാളിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് വരത്തുള്ളൂ. ഒത്തിരി കട്ടിയായാൽ നമുക്കത് മിക്സ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ടതാണേ. അത് നമുക്ക് 2 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ചെറിയ തീയിലാണേ. എന്നിട്ട് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം. എന്ത് മണാന്നറിയോ, ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ സത്യം പറയാലോ, നല്ല മണമായിരുന്നു. തീർന്ന വഴി അറിഞ്ഞിട്ടില്ല ഇത് ഉണ്ടാക്കിയിട്ട്. ഇത് വൈഫാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുകളിൽ കുറച്ച് പെപ്പറും കൂടി ഇട്ടിട്ട് നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ എടുത്ത് കഴിച്ചു കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ക്ഷമയില്ല, കാരണം അത്രയ്ക്കും നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരുന്നു. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ വീഡിയോസ് എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണം. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. അപ്പം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം, മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്തു, എന്നാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ചൂടുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല, സൂപ്പർ.